ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ജാങ്കോയിലെ ടെംപ്ലേറ്റ്സ് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു വെബ് പേജിലുള്ള, അതായത് നമ്മൾ ജാങ്കോ ഒരു പ്രൊജക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ അല്ലെങ്കിൽ ഔട്ട്പുട്ടുകളൊക്കെ നമുക്കൊരു HTML പേജായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ HTML പേജ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ടെംപ്ലേറ്റ്സ് എന്നുള്ള ഭാഗം. അപ്പോൾ എങ്ങനെ നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാം, ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ആപ്സിൻ്റെ ഉള്ളിൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്സിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇത് പുറത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നതിനും പ്രോബ്ലം ഒന്നുമില്ല. നമ്മളത് വലിയൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ ആപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആപ്പ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റുഡൻറ്റ് എന്നാണ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിൽ, അതായത് സ്റ്റുഡൻറ്റ് എന്നുള്ള ആപ്പിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഫോൾഡറിൻ്റെ പേര് ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ടെംപ്ലേറ്റ്സ് എന്നുള്ള ആ ഫോൾഡറിൻ്റെ പേര് ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഫയലിൻ്റെ പേര് ഞാൻ first.html എന്ന് കൊടുക്കേണ്ടത്. ഈ പേര് തന്നെ ആവണമെന്നില്ല, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ്, അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ഫയലിൻ്റെ പേര് എപ്പോഴും നിങ്ങൾ ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ first.html എന്ന് കൊടുക്കുന്നുണ്ട്. first.html, ഇതിൻ്റെ എക്സ്റ്റൻഷൻ HTML ആണ്, .html ആണ്, അത് മറക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കണ്ടൻറ്റുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു വെബ് പേജ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിംഗ് ടാഗ് എന്ന് പറയുന്നത് HTML ആണ്. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ജാങ്കോ ടെംപ്ലേറ്റ്സ് എന്നുള്ളിലാണ് നിൽക്കുന്നത്. ഇത് ഞാൻ HTML കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് HTML എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ബോഡി എന്നുള്ള ടാഗ് ചേർത്ത് കൊടുക്കാം. ബോഡി എന്നുള്ള ടാഗ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ H1 എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹലോ വേൾഡ് എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ H1 എന്ന് ചേർത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഹലോ വേൾഡ് എന്ന് ചേർത്തു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അടുത്ത ലൈനിലായിട്ട് നമുക്ക് P എന്നുള്ളൊരു പാരഗ്രാഫ് ടാഗ് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, P എന്ന ടാഗിൻ്റെ ഉള്ളിൽ വെൽക്കം ടു മൈ ഫസ്റ്റ് ജാങ്കോ പ്രൊജക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. വെൽക്കം ടു മൈ ഫസ്റ്റ് ജാങ്കോ പ്രൊജക്റ്റ് എന്നും ചേർത്ത് കൊടുത്തു. ടെക്സ്റ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇതന്നെ ആവണമെന്നില്ല, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ വ്യൂ എന്നുള്ള ഭാഗത്തേക്ക് പോകാം. വ്യൂ എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വ്യൂ എന്നുള്ള ഭാഗത്തേക്ക് പോവുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു രണ്ട് വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ജാങ്കോ, അതായത് നമ്മൾ ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ മുമ്പത്തെ പ്രൊജക്റ്റിലൊന്നും യൂസ് ചെയ്യാത്ത വേറൊരു രൂപത്തിലാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലൊരു ഫയൽ, ഒരു ഹെഡർ ഫയൽ കൂടി നമുക്ക്, അതായത് ഒരു പാക്കേജ് കൂടി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജാങ്കോ, അതിനുശേഷം ടെംപ്ലേറ്റ്സ് Django.templates import loader എന്നുള്ളൊരു ഫയൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഗിറ്റബ് കോപൈലറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്നത്. നിങ്ങളെല്ലാം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഗിറ്റബ് കോപൈലറ്റ് നല്ല കാര്യങ്ങൾ, നല്ല വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റർ ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്. നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളെ വർക്ക് ഒന്നുകൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കോപൈലറ്റ് യൂസ് ചെയ്യുക. ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മുമ്പ് കാലത്ത് ഞാനത് യൂസ് ചെയ്തിരുന്നു, അന്നൊക്കെ അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതൊരു പെയ്ഡ് ആയപ്പോഴും ഞാനത് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും ഞാനെന്ത് അത് യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് നമ്മളിവിടെ വന്ന് ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഈ പേര് തന്നെ ആവണമെന്നില്ല, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം ഈക്വൽ ടു ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്നിട്ടുണ്ട് ലോഡർ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാണ്, .get ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ഫോൾഡറിലാണോ നമ്മൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്തത് ആ ഫോൾഡറിൻ്റെ പേര്, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഫയൽ എന്ന് പറയുന്നത്
ഫസ്റ്റ് ഡോട്ട് HTML എന്നാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ആ ഫയലിൻ്റെ പേര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡോട്ട് HTML എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെംപ്ലേറ്റ്സ് ഈക്വൽ ടു ലോഡർ ഡോട്ട് ഗെറ്റ് ടെംപ്ലേറ്റ്സ്, എന്നിട്ട് നമ്മൾ എന്ത് പേരിലാണോ ആ ഫയൽ നമ്മൾ സേവ് ചെയ്തിരുന്നത് ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇവിടെ വന്ന് നമ്മളിവിടെ കാണിക്കേണ്ടത് റിട്ടേൺ HTTP റെസ്പോൺസ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഫയലിൻ്റെ പേര് നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് ഡോട്ട് റെൻഡർ എന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ ടെംപ്ലേറ്റ്സ് ഡോട്ട് റെൻഡർ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ടെംപ്ലേറ്റ്സ് ഡോട്ട് റെൻഡർ എന്ന് നമ്മൾ ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വ്യൂവിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മുമ്പത്തെ നിങ്ങൾ എൻ്റെ ജാങ്കോ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറൊരു രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ മെത്തേഡും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ഭാഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക, സെറ്റിങ്സ് എന്ന ഫോൾഡറിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് എന്നുള്ള ഫോൾഡർ എവിടെയാണ് കിടക്കണതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് സെറ്റിങ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. സ്കൂൾ എന്നതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ വന്ന് ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഭാഗമുണ്ട്. ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ്സ്, ഇവിടെ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ടെംപ്ലേറ്റ്സിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മൾ ആ ആപ്പിൻ്റെ പേര്, എന്ത് പേരിലാണോ നമ്മളിവിടെ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ആപ്പിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആപ്പിൻ്റെ പേര് എന്നുള്ളത് സ്റ്റുഡൻ്റ് ആണ്. അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോപൈലറ്റ് ചേർത്ത് കൊടുത്തതുകൊണ്ട് നമുക്ക് ഈ മെസ്സേജ് കൂടി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ആപ്പ് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മൈഗ്രേറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ മൈഗ്രേറ്റ് കൊടുക്കണില്ല, നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊജക്റ്റ് നമ്മളൊന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്രൊജക്റ്റ് റൺ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്ന് പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു എറർ ഉണ്ട്. നമ്മൾ സാധാരണ സംഭവിക്കുന്ന എറർ തന്നെയാണ്. നമ്മുടെ ഫോൾഡറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. cd.schools നമ്മുടെ ഫോൾഡറിൻ്റെ പേര്, അതായത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരിലേക്ക് കടന്നു. എഗെയിൻ നമ്മൾ ഒന്നുകൂടി ഇത് റൺ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് റണ്ണായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രൊജക്റ്റ് റണ്ണായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ഫയൽ നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് പേരിലാണോ ഫയൽ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ആ ഫോൾഡറിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മൾ ഫയലിൻ്റെ പേരെന്താണെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കൂ, ആ ആപ്പിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ആ കൊടുത്ത ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിലുള്ള ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ അതിൽ കൊടുത്തത് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ പ്രൊജക്റ്റിലേക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡല്ല, നമുക്ക് വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അതെങ്ങനെയെന്നൊന്നും അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറയാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആപ്പിൻ്റെ പേര് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഫോൾഡറിൻ്റെ പേര് ടെംപ്ലേറ്റ്സ്, അതിൻ്റെ ഉള്ളിൽ first.html എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം, വ്യൂവിൽ പോയിട്ട് ഈ ടെംപ്ലേറ്റ്സ് ലോഡർ എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഭാഗവും നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാണ്, റിട്ടേൺ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് റെൻഡർ എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റിക്വസ്റ്റ്, അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മൾ ആപ്പിൻ്റെ നമ്മൾ HTML ഫയലിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ HTML ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരുന്നത് first.html ആണ്. അപ്പോൾ ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്യിക്കുകയാണെങ്കിലും ഇത്രയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യങ്ങളും കൂടി ചെയ്യണം. ഈ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിന് ഡയറക്ടറീസ് എന്നുള്ളൊരു ഭാഗമുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ നേരത്തെ കൊടുത്ത ആ നമ്മളെ ഫോൾഡറിൻ്റെ പേര്, അതായത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൻ്റെ പേര് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് എന്നാണ്. അപ്പോൾ ആ ടെംപ്ലേറ്റ്സ് എന്നുള്ള ആ ഫോൾഡറിൻ്റെ പേര് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യൂ, ആ
മെസ്സേജ് നമുക്കിവിടെ വർക്ക് ചെയ്ത് വരും. ഞാൻ ഒന്നുകൂടി ഇത് റീലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെയിം ആ മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രൂപത്തിൽ നിങ്ങളെ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് രൂപത്തിൽ നിങ്ങളെ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് എന്ന ഫയൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് വിധത്തിൽ ടെംപ്ലേറ്റ്സ് എങ്ങനെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.